നമ്മൾ സാധാരണ ഗുരു എന്ന് പറയുന്നത് വ്യക്തികളെയാണ്, ആചാര്യന്മാരെയാണ്. എന്നാൽ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ കാണണം, അന്തർമുഖമാവണം. എന്താവണം? അന്തർമുഖമാവണം. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഗുരു ലഘു. ലഘു എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഗുരു. ഭൂഗുരുത്വാകർഷണം. ഇപ്പോൾ ഒരു വശത്തെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു. നമുക്കുള്ളിൽ രണ്ട് തരം ആകർഷണങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ രണ്ട് തരം ആകർഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ രണ്ട് തരം ആകർഷണം? ഏതൊക്കെയാണ് രണ്ട് തരം ആകർഷണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പ്രഭാഷണം പറയുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അലേർട്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉത്തരം പറയാൻ പറ്റുന്നവരോട് തെറ്റിക്കൂടെ, കുഴപ്പമില്ല. നമ്മളങ്ങനെ ഒരു പ്രഭാഷണമായിട്ട് എടുക്കണ്ട. കാരണം ഇതൊരു ക്ലാസ് പോലെ എടുത്താൽ മതി. മനുഷ്യൻ്റെ ഉള്ളിൽ രണ്ട് തരം ആകർഷണമുണ്ട്. ഏതാണത്? നിങ്ങൾ സ്വയം വിലയിരുത്തണം, നിങ്ങളെ തന്നെ വിലയിരുത്തണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പോസിറ്റീവ് ആകർഷണവും നെഗറ്റീവ് ആകർഷണം ഒക്കെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം. ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സാധാരണ തലത്തിൽ പറയുകയാണ്. ഇപ്പം നമുക്കൊരു വിഷമം വന്നു, വേദന വന്നു, ദുഃഖം വന്നു, പ്രയാസം വന്നു, ഒരു കഷ്ടപ്പാട് വന്നു. ആ കഷ്ടപ്പാടിൻ്റെ ഒരു ആകർഷണം ഉള്ളിലുണ്ടാവില്ലേ? ഒരു അസുഖം വരുമ്പോൾ അസുഖത്തിലേക്കൊരു മനസ്സിൻ്റെ ആകർഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും. വല്ല കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ പലതും നടക്കുന്നില്ല, ഒരു കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു ആകർഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും. ഇപ്പം നിങ്ങളിവിടെയൊക്കെ ഭാഗവതം കേൾക്കാൻ വന്നിരുന്നാലും വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്നതും പാടിയതും ഒക്കെ കേൾക്കുമോ നിങ്ങൾ? എന്നാലും ഉള്ളിൽ എന്താ ഉൾഡുറപ്പ്? എവിടെയോ ഒരു വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കാലൊക്കെ തൊടാൻ വരുന്നത് എനിക്ക് പരിചയം ഉണ്ടായിട്ടില്ല ഒക്കെ ചിരിച്ച് കാണിക്കുന്നത്. അല്ലെങ്കിൽ പാവം പിന്നെ അവർക്ക് സ്വാമിയെ പണ്ട് ഞാൻ കണ്ടിട്ട് ഇപ്പം എന്താ ഒരു മൈൻഡ് ഇല്ലല്ലോ എന്നെ എന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ച് കളയും ചിലർ. അപ്പം ഞാനായിട്ട് അവരുടെ ഭാഗവതം മുടക്കണ്ട. അല്ലെ, ഞാൻ തമാശ പറയാമല്ലോ. ചിലരുടെ മനസ്സിൽ പെട്ടെന്നത് അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പം ചില ദുർബലതകൾ, വീക്ക്നെസ്, പ്രയാസങ്ങൾ നമ്മളെ എന്തു ചെയ്യും? വലിച്ചാകർഷിക്കും, അങ്ങോട്ട് മുറുക്കി പിടിച്ച് കളയും. ഇങ്ങനെ ഈ വലിച്ചു മുറുക്കി ആകർഷിക്കുന്ന ആകർഷണങ്ങളാണ് നമ്മുടെ തലമുറകൾ തിരിച്ചറിയാതെ പോകുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അറിയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം വരുമ്പോൾ നിങ്ങളത് കാണും. നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. ഇത് ഇപ്പം നമ്മൾ കടന്നു പോകുന്നതൊക്കെ 9-ാം സ്കന്ധമാണ്. അപ്പോൾ 3-ാം സ്കന്ധത്തിൽ നിങ്ങൾ കാണും ചേതക്കലസ്യ ബന്ധായ മുക്തേച്ച ആത്മനോ മതം. മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് അവനെ ബന്ധിക്കുന്നതെന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല. ഈ ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അടിവരയിട്ടിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. എന്താണത്? എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ വിഷമിക്കുന്നുണ്ടോ, ദുഃഖിക്കുന്നുണ്ടോ, അസ്വസ്ഥനാവുന്നുണ്ടോ എങ്കിൽ എവിടെയോ എൻ്റെ ദുർബലതകൾ എന്നെ ആകർഷിച്ചു വലിച്ചു മുറുക്കുന്നുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ കാണണം. ഇതാണ് എൻ്റെ തക്ഷകൻ. വേദാതക്ഷകൻ എവിടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ അലോസരപ്പെടുത്തുന്നുണ്ടോ, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, എന്നെ വലിച്ചു മുറുക്കുന്നുണ്ടോ, എന്നെ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, എന്നിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ, എന്നിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, ഐ ഷുഡ് റിയലൈസ് ഇതാണ് എൻ്റെ തക്ഷകൻ. മനസ്സിലാവട്ടെ നിങ്ങൾക്ക്? തക്ഷകണ്ടോ? കൂടെ ഉണ്ടോ? വീട്ടിലല്ല, കൂടെ ഉണ്ടോ? എത്ര പേരുടെ കൂടെ ഉണ്ട്? കൈ വെക്കണ്ട. ഹോൾസെയിലാ, റീറ്റെയിൽ കുറവാ. ആരും നമ്മളൊക്കെ ഹോൾസെയിലുകാരാ. ഇക്കാര്യത്തിൽ നമ്മൾ ഫുൾ ഹോൾസെയിലുകാരാ. അതെന്താ അറിയില്ലേ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്.
ഏതാളോട് സംസാരിച്ചാൽ എന്തെങ്കിലും വിഷമങ്ങൾ പറയാണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ പറയും മുട്ട് ശരിയില്ല എന്ന്. പണ്ട് ആരുടെയോ ഒരു കഥ പറഞ്ഞ പോലെയാണ്. രാത്രിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. ഇപ്പം എല്ലാവരും കൂടി നോക്കി, ടോർച്ചടിച്ച് നോക്കിയപ്പം പാമ്പ് കടിയൊന്നും കേട്ടില്ല, കണ്ടില്ലല്ലോ, എവിടെയാണെന്ന്. എന്താണെന്ന് നോക്കും, ഇടത്തെ കാലൊക്കെ നോക്കുമെന്ന്. ഇടത്തെ കാലം നോക്കി അതിലൊന്നും കണ്ടില്ല. എന്നാൽ പിന്നെ വലത്തേ കാലം നോക്കുമെന്ന്. എല്ലാവരും കൂടി വലത്തേ കാലം നോക്കി, അവിടെയും കടി കാണാനില്ല. രണ്ടിലും ഇല്ലല്ലോ എന്നപ്പോൾ പറയുന്ന വല്ലവൻ്റെയും കാലായിരിക്കുന്നതാണ്. എന്നാലും വിട്ടുകൊടുക്കില്ല എന്ന്. ടെൻഷൻ വിട്ടുകൊടുക്കണ്ടേ? അതാണ് എനിക്ക് ഇവിടുന്ന് തമാശ പറയുമ്പോൾ എപ്പോഴും മാഷയാണ് ഓർമ്മ. ഞങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുമിച്ച് വേദിയിലുണ്ടായിരുന്നു. അപ്പം പറയും, സ്വാമി ഒട്ടും മോശക്കാരനല്ല അക്കാര്യത്തിലെന്ന്. രസികമായിട്ട് അവതരിപ്പിക്കാൻ മാഷെപ്പോലൊരു കഴിവ് വേറെ ആർക്കുമില്ല. അത് മാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്കൃതവും എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു രസികത്വം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊക്കെ തമാശ പറയാൻ വേണ്ടി പറയുന്ന മാഷ് അതങ്ങനെ ഒഴുകുകയാണത്. മാഷ്ക്കതങ്ങനെ വരുമോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നോക്കൂ. എത്ര ആ ഒരു ജന്മമൊക്കെ നോക്കൂ നിങ്ങൾ. ഒരു വശത്ത് ആ ഭൗതികമായ വിദ്യയുടെ ഒരു തലത്തിലൂടെ പോകുമ്പോഴും വേറെ വശത്ത് ആധ്യാത്മികം കൂടെ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കാൻ സാധിച്ച അപൂർവം ആചാര്യന്മാരിൽ ഒരു പ്രതിഭ തന്നെയാണ് വൈദ്യലിംഗ മാഷ്. ഒരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിനെ വെറുതെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ മാത്രം പോകുന്നവരാണ്. പ്രൊഫഷൻ ഒരു വശത്ത് കോളേജിൽ അധ്യാപകനാണ്. നാരായണീയത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു ദ്വേതാനാരായണീയം ശ്രുതിഷു ജനുഷ സുത്യതാ വർണ്ണനേന എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു വശത്ത് അധ്യാപക വൃത്തിയും വേറൊരു വശത്ത് ആത്മീയതയും കൊണ്ടു നടന്ന അപൂർവം ആളുകളിൽ, അങ്ങനെ രണ്ടും കൊണ്ടു നടക്കുന്ന ആളുകൾ താരതമ്യേന നമ്മുടെ ആചാര്യന്മാരിൽ കുറവാണ്. അതിലൊരു പ്രതിഭ തന്നെയായിരുന്നു മാഷ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും പോവാം. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമങ്ങളെ ആരായി കാണണം? തക്ഷകൻ. അപ്പം ഇന്നു മുതൽ നമ്മൾ ആ ഒരു പ്രതിജ്ഞയിൽ ജീവിക്കണം. തക്ഷകൻ ഭാഗവതത്തിലല്ല, തക്ഷകൻ എവിടെയുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട് എന്ന്. ആ തക്ഷകൻ എന്ത് ചെയ്യും? പരീക്ഷത്തിൻ്റെ തക്ഷകൻ 7-ാം ദിവസം എഴുത എന്നോ കൂടിയിരിക്കുകയാണ്. പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന തക്ഷകൻ 7-ാമത്തെ നാളിലാണ്. ഇത് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ട് കുറെ കാലമായി. അപ്പം ഈ തക്ഷകൻ വലിച്ചു മുറുക്കും നമ്മളെ. ഇതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇവിടെയാണ് ഗുരുത്വം.